months കൊണ്ട് നമുക്ക് ഒത്തിരി ജോബ് ഓറിയന്റഡ് കോഴ്സസ് പഠിക്കാൻ പറ്റും അല്ലേ? പക്ഷെ അതിനേക്കാൾ ഉപരി കരിയർ ട്രെൻഡിനനുസരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഇന്റീരിയർ ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു കോഴ്സ്. അപ്പോൾ ആരോവിങ്സിൽ നമ്മുടെ ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെ എക്സ്പേർട്ട് ഫാക്കൽറ്റി സനൽ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഹൈ സർ. ഹൈ സർ, എന്താണ് ആക്ച്വലി ഇന്റീരിയർ ഡിസൈനിങ് എന്ന് പറയുന്നത്? ഇന്റീരിയർ ഡിസൈനിങ് എന്ന് പറയുന്നത് ഒരു സ്പേസ് പ്ലാനിങ് ആണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടും ധാരാളം ബിൽഡിങ്സ് വരുന്നുണ്ട്, അതേപോലെ ഷോപ്സ് വരുന്നുണ്ട്. ഇതിനെല്ലാത്തിൻ്റെയും ഒരു ഇൻറ്റീരിയർ ലുക്ക്, അതായത് നമുക്ക് ഇൻറ്റീരിയർ പ്രസൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമുക്ക് സ്പേസ് പ്ലാനിങ്ങും കൂടെ അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. നമുക്കിപ്പോൾ ഒരു ചെറിയ സ്പേസിൽ എത്രത്തോളം കൺവീനിയൻ്റ് ആയിട്ട് ആ ഒരു ക്ലയൻറ്റിന് അവരുടെ റിക്വയർമെൻറ്റ്സ് അവിടെ ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഭാഗമാണ് ഇൻറ്റീരിയർ ഡിസൈനിങ് എന്ന് പറയുന്നത്. സ്റ്റഡിയാണ് ഇൻറ്റീരിയർ ഡിസൈനിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ആണെങ്കിൽ തന്നെ നമുക്കൊരു വീട്ടിൽ നമുക്ക് എന്തൊക്കെ നീഡ്സാണ് നമുക്ക് വേണ്ടത്, അവർക്ക് അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് ഒരു ഡിസൈനറിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കാൻ പറ്റും. നമ്മളൊരു വീട് പണിത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് എത്തുമ്പോഴായിരിക്കും ഈ ഒരു ഡിസൈനിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോഴായിരിക്കും നമുക്ക് പല പല ഐഡിയാസ് വരാം. ആ ഒരു സമയത്ത് നമുക്ക് അവിടെ ഒരു ലിവിങ് സ്പേസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു TV യൂണിറ്റ്സ് നമ്മൾ പ്ലേസ് ചെയ്യും, അതേപോലെ തന്നെ സോഫാസ് അറേഞ്ച് ചെയ്യും. അപ്പോൾ ഈ ഒരു TV നമുക്ക് പ്ലേസ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ വലിയൊരു സ്പേസിലുള്ള TV, നമുക്ക് ചെറിയ TVs വരുന്നുണ്ട്, വലിയ TV വരുന്നുണ്ട്. സോ ഇതെല്ലാം നമുക്ക് ഏത് ഹൈറ്റിൽ നമുക്ക് പ്ലേസ് ചെയ്യണം. ഇപ്പോൾ ആ ഒരു സോഫയിൽ ഇരുന്ന് കഴിഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് നമുക്ക് സോഫ അറേഞ്ച് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ അവിടെ ഇരിക്കുന്ന ഒരു പേഴ്സൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു പല പല ആൾക്കാരായിരിക്കും, പല പല ഹൈറ്റിലുള്ള ആൾക്കാരായിരിക്കും നമ്മളവിടെ ഇരിക്കുക. അപ്പോൾ അവരുടെ എല്ലാവരുടെയും കൺവീനിയൻറ്റ് നോക്കിയിട്ടുള്ള ഒരു സ്പേസ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹൈറ്റ് വെച്ചിട്ട് വേണം നമുക്ക് അവിടെ ഒരു TV പ്ലേസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്കത് വിഷ്വലി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും, നമുക്ക് കാണാനായിട്ട്, നമുക്ക് ആസ്വദിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു സ്റ്റുഡൻറ്റ് ചോദിക്കുകയാണ് ആക്ച്വലി എന്താണ് ഇൻറ്റീരിയർ ഡിസൈനിങ് സാർ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ആസ് എ ഫാക്കൽറ്റി എന്ന നിലയിൽ ഒരു ഡെഫിനിഷൻ കൊടുക്കാനുണ്ടാവുമല്ലോ, ഒരു ചെറിയൊരു ഡെഫിനിഷൻ, അതെന്തായിരിക്കും? സ്പേസ് പ്ലാനിങ് എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് ഇപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ് അതാണ്. അതായത് നമുക്ക് ഇപ്പോൾ ഒരു ഷോപ്പ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ സ്പേസസ്, ഇപ്പോൾ നമുക്കറിയാം ചെറിയ ചെറിയ സ്പേസസിൽ നമുക്ക് കുറേ ബൊട്ടിക്സും അതേപോലെ ചെറിയ ചെറിയ ഷോപ്സ് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വളരെ ചെറിയ കോമ്പാക്റ്റ് ആയിട്ടുള്ള സ്പേസസ് ആണ്, പക്ഷേ അവിടെ അവർക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് ഹ്യൂജാണ്. അത് എങ്ങനെ നമുക്ക് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, അപ്പോൾ അതാണ് നമുക്ക് സ്പേസ് പ്ലാനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് ആർക്കൊക്കെ പഠിക്കാം ആക്ച്വലി ഈ ഒരു കോഴ്സ്? നമുക്ക് ITI ഡിപ്ലോമ കോഴ്സസ്, അതേപോലെ തന്നെ +2 കഴിഞ്ഞ പിള്ളേർ, പിന്നെ നമുക്ക് BTech സിവിൽ കഴിഞ്ഞ സ്റ്റുഡൻസിനെല്ലാം ഈ ഒരു കോഴ്സ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിനിപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും നമുക്കൊരു ഡ്രോയിങ് സ്കില്ലോ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ഒരു സ്കില്ലോ ഉള്ളവരായിരിക്കണോ മെയിൻലി ഈ ഒരു? നമുക്ക് ഡ്രോയിങ് സ്കില്ല് അത് പൊതുവായിട്ട് എല്ലാവരും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, എന്നോട് സ്പെഷ്യലായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, സാറേ എനിക്ക് ഡ്രോയിങ് സ്കില്ലില്ല, സോ ഞാൻ ഈ ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ എനിക്കത് ബെനിഫിറ്റ് ആണോ എന്നുള്ളത്. അങ്ങനൊരു ഡ്രോയിങ് സ്കില്ല് വേണം എന്ന് പറയുന്നില്ല, പക്ഷേ നമുക്കൊരു ക്രിയേറ്റീവ് മൈൻഡ് നമുക്ക് വേണം. കാരണം ആസ് ആൻ ഇൻറ്റീരിയർ ഡിസൈനർ നമ്മൾ ആ ഒരു കോഴ്സ് പഠിച്ചിറങ്ങിയതിന് ശേഷം ആ ഒരു സ്റ്റുഡൻ്റാണ് ഒരു വീടോ അല്ലെങ്കിൽ ആ ഒരു ഓഫീസ് സ്പേസോ എന്താണ് നമ്മൾ കിട്ടുന്ന ഇൻറ്റീരിയർ അത് അവർ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആൾക്കൊരു ക്രിയേറ്റീവ് ഹെഡ് അവിടെ നിർബന്ധമായിട്ടും വേണം. അപ്പോൾ നമുക്കിപ്പോൾ ഡെയിലി ലൈഫിൽ ഇവർ ഓരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യും. എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഷോപ്പിംഗ് മാള്, അങ്ങനെ പല പല സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യും. അപ്പോൾ അവിടെ കാണുന്ന ഓരോ കോമ്പോണൻ്റ് അവരുടെ മനസ്സിൽ പതിയണം. ഒരു ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടായാൽ മതി. ഡ്രോയിങ് സ്കില്ല് വേണ്ട, നമുക്ക് ഈ ഒരു കോഴ്സിലൂടെ നമ്മളത് വളർത്തിയെടുക്കും. നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ ആരോവിങ്സ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ കോഴ്സ് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് കൊടുക്കുന്നതെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ അത് എന്തൊക്കെയാണ് നമ്മളവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്? ആരോവിങ്സിൽ നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. 6 മാസത്തെ കോഴ്സിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ട്രെയിനിങ്ങും അതേപോലെ തന്നെ തിയറി ക്ലാസ്സസുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VR എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് അവർക്ക് അവരുടെ എക്സ്പീരിയൻസ് ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അറിവ് വെച്ചിട്ടും എനിക്ക് തോന്നുന്നത് ആരോവിങ്സിലാണ് ഈ ഒരു VR
ടെക്നോളജി കൊണ്ടുവന്നത്. ആദ്യം കൊണ്ടുവന്നത് പല ഇൻസ്റ്റിറ്റ്യൂഷനിലും ഉണ്ടെന്ന് തോന്നുന്നല്ലേ. എന്നാലും പൊതുവെ അധികം വന്നിട്ടില്ല. വേറെ കോഴ്സസിന് അവർ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇന്റീരിയർ ഡിസൈനിങ്ങിനൊക്കെ നമുക്ക് VR എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ടെക്നോളജി ആരോവിങ്സ് ആണ് കൊണ്ടുവന്നത്. ആക്ച്വലി അതിന്റെ ബെനിഫിറ്റ് എന്താ? അപ്പം ഒരു ഇന്റീരിയർ ഡിസൈനിങ്ങിന് ഒരു VRന്റെ ഒരു പ്രാധാന്യം എന്താ? അത്യാവശ്യമാണ്. കാരണം നമുക്കൊരു വീടിന്റെ ഡിസൈനോ അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ഒരു വീടിന്റെ ഒരു ഡിസൈൻ ഫുൾ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വീടിന്റെ പല വ്യൂസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, VR എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ VR ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ആ ഒരു ക്ലയൻറ്റിന് അവർക്ക് എവിടെയാണോ നിൽക്കുന്നത് അവരവിടെ നിന്നുകൊണ്ട് അവർക്ക് ആ വീടിൻ്റെ ഫുൾ, അതായത് ഇൻറ്റീരിയർ ഫുൾ അവർക്ക് വിഷ്വൽ ചെയ്യാൻ പറ്റും. 360 ആംഗിളിൽ അവർക്ക് അത് വിഷ്വൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അവർക്ക് ഓൺ ദ സ്പോട്ട് അവർക്ക് കറക്ഷൻസ് പറയാൻ പറ്റും. അവർക്ക് ഇന്ന കളർ വേണം, അല്ലെങ്കിൽ ഇന്ന സോഫ അവിടെ മാച്ച് ആയില്ല, അങ്ങനെയുള്ള എല്ലാ കറക്ഷൻസും ആ ഒരു ഇൻറ്റീരിയർ ഡിസൈനറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വളരെ ചുരുങ്ങിയ ടൈമിൽ കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ചേഞ്ചസ് എല്ലാം വരുത്തി മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പം സാറ് ഫ്രീലാൻസ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നുന്നു. അപ്പം ഈ ക്ലയൻസ് ഒക്കെ മെയിൻലി പറയുന്ന റിക്വയർമെന്റ്സ് എന്തൊക്കെയായിരിക്കും? ഒരു ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെ സ്റ്റാർട്ടപ്പിൽ നിങ്ങളിപ്പോൾ തുടങ്ങുവാണ്, നിങ്ങൾ ചെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് അവർ തിരിച്ചു ചോദിക്കുന്നതിൽ ഏറ്റവും രസകരമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു മറുപടി എന്തായിരിക്കും? എല്ലാ ചോദ്യങ്ങളും നമുക്കൊരു രസമാണ്. കാരണം നമ്മളൊരു ഇന്റീരിയർ ഡിസൈനിങ് നമ്മൾ പഠിച്ചിട്ട് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എന്താ പറയുക, നമുക്കൊരു ടെൻഷനുള്ളൊരു ഫീൽഡാണ്. കാരണം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുള്ള കൊളീഗ്സൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മൾ മാത്രമേ ഉള്ളൂ. സോ ഇവർ ചോദിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡിസൈൻ ചെയ്തു, ഓവറോൾ എല്ലാം ഓക്കെ, നമ്മൾ അതിലിപ്പോൾ ഒരു ഇൻറ്റീരിയറിൽ നമ്മളിപ്പോൾ സൈഡിലൊക്കെ ഒരു സോഫയുടെ സൈഡിലൊക്കെ ഒരു ചെറിയ പ്ലാന്റ് വെച്ചു, അതൊന്ന് മാറ്റി തരും, അങ്ങനെയാ പറയാം. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അവര് നമ്മൾ അതിന് വേണ്ടിയിട്ട് അതിപ്പം ഞാൻ പറയുന്ന ക്ലയന്റിന്റെ റിക്വയർമെന്റ്സ് അല്ല നമ്മൾ കുറച്ചും കൂടെ നോക്കേണ്ടത്. അങ്ങനെ വരുമ്പം അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നാറുണ്ടോ? ഇങ്ങനെ ഇവരെന്താ ഇങ്ങനെ പറയുന്നത്, ഇത് ആക്ച്വലി ഇവിടെ അല്ലേ വെക്കേണ്ടത്, അപ്പൊ അത് നമുക്ക് നിങ്ങളപ്പോൾ എന്ത് ചെയ്ത് കൊടുക്കും അവർക്ക്? ഒരു ഡിസൈനർ, ആസ് എ ഡിസൈനർ ഇപ്പൊ ഏതൊരു ഫീൽഡിലുള്ള ആൾക്കാർക്കും ഇങ്ങനെ ഒരു കറക്ഷൻസ് പറയുമ്പോൾ ഒരു ഇറിറ്റേഷൻ തോന്നും. അത് അവരുടെ ക്ലയന്റിന്റെ നീഡ്സ് ആണ്. പക്ഷേ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ നമുക്ക് അത് അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് എക്സാമ്പിൾ പറയാം, ഒരു ലിവിങ് റൂമിൽ TV വോളിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വലിയ ഫ്രഞ്ച് വിൻഡോ എന്ന് പറയും, ലോങ് വിൻഡോസിനാണ് ഫ്രഞ്ച് വിൻഡോ എന്ന് പറയാം, അത് പ്ലേസ് ചെയ്യും. അത് പ്ലേസ് ചെയ്യണ സമയത്ത് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. കാരണം നമുക്ക് ഇപ്പോൾ കർട്ടൻസ് പ്ലേസ് ചെയ്താലും അവിടെ നമുക്ക് ഡാർക്ക് കർട്ടൻസ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പകൽ ടൈമിൽ വെയിൽ കാരണം നമുക്ക് TV-യിലേക്ക് ഫോക്കസ് കിട്ടില്ല, TV-യിലേക്ക് ഗ്രെയിൻസ് വരും. അപ്പോൾ ചില കസ്റ്റമർ നമ്മളോടിത് പറയൂല, അല്ലെങ്കിൽ ലാസ്റ്റ് ആയിരിക്കും നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ പറയും, സാറേ അവിടെ നമുക്കിപ്പോൾ ഓൾറെഡി വിൻഡോസ് എല്ലാം പ്ലേസ് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് ഈ ഒരു വർക്ക് കിട്ടുക, ഇൻറ്റീരിയർ ഡിസൈനിങ്ങിലേക്ക് വരുന്നത്. സോ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡാർക്ക് കർട്ടൻസ് ഉപയോഗിക്കുക. അപ്പോൾ അവർ പറയും നമുക്കവിടെ ഡാർക്ക് കർട്ടൻസ് വേണ്ട. നമ്മൾ പറഞ്ഞു കൊടുക്കും, സാർ ഇതാണ് അവിടുത്തെ ഒരു പ്രശ്നം, ഡാർക്ക് കർട്ടൻസ് അല്ലെങ്കിൽ ഡബിൾ കർട്ടൻസ് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വിഷ്വൽ കാണാനായിട്ട് അല്ലെങ്കിൽ ആ TV-യുടെ അവിടെ നമുക്ക് കാണാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ആരോവിങ്സ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ അഡ്വാൻസ്ഡ് കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സിലബസ് ഏത് രീതിയിലാണ് വരുന്നത്? എത്ര സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്? നമുക്ക് സിലബസ് വൈസ് ആണ്. നമുക്ക് തിയറി പോർഷനും ഉണ്ട്, അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ ട്രെയിനിങ്ങും ഉണ്ട്. 8 മോഡ്യൂളായിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കളർ തിയറി, അതേപോലെ സ്പേസ് അറേഞ്ച്മെൻറ്റ്സ്, പിന്നെ മാനുവൽ ഡ്രോയിങ്സ്, ഇൻറ്റീരിയർ ഡ്രോയിങ്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ തിയറി പോർഷൻസ് കവർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്കെച്ച് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ സോഫ്റ്റ്വെയർസും വരുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെ സോഫ്റ്റ്വെയർസാണ് നമ്മളിവിടെ കൊടുക്കുന്നത്? ആരോവിങ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓട്ടോക്യാഡ് എന്നുള്ളൊരു സോഫ്റ്റ്വെയർ, ഓട്ടോവൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോക്യാഡ് എന്നുള്ളൊരു സോഫ്റ്റ്വെയർ, അതേപോലെ തന്നെ റെവിറ്റ് ആർക്കിടെക്ചർ എന്നുള്ളൊരു സോഫ്റ്റ്വെയർ വരുന്നുണ്ട്. പിന്നെ 3ds Max, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സപ്പോർട്ടിങ് റെൻഡറിങ് എന്ന് പറയും, അതിൻ്റെ ഔട്ട് എടുക്കാൻ വേണ്ടി സഹായിക്കുന്ന 2 സോഫ്റ്റ്വെയർസ് വരുന്നുണ്ട്. ഒന്ന് വീറെ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറും പിന്നെ കൊറോണ റെൻഡറിങ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറും. അതേപോലെ തന്നെ സ്കെച്ചപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. പിന്നെ ലാസ്റ്റ് നമുക്ക് ലൂമിയോൺ
എന്ന് പറയുന്ന ഒരു റെൻഡറിങ് സോഫ്റ്റ്വെയർ ആണ്. ഇത്രയും സോഫ്റ്റ്വെയർസ് ആണ് നമ്മൾ ആരോവിങ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിരിക്കണം. ഇതെന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഒരു ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെ ഒരു സ്റ്റുഡന്റ് ഇപ്പോൾ കോഴ്സിന് എൻക്വയറി നടത്തുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ അതർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കുന്ന സമയത്താണെങ്കിലും ഈ സോഫ്റ്റ്വെയർസ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഈ സോഫ്റ്റ്വെയർസ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഇവർ ഫീൽഡിലേക്ക് പോകുമ്പോൾ ഇവർക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് അവർക്ക് വർക്ക് വരുന്നത്. നമുക്ക് സർട്ടിഫിക്കേഷൻസ് എന്തൊക്കെയാണ് വരുന്നത് ഈ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക്? ഇതിനൊക്കെ ഒരു സർട്ടിഫിക്കേഷൻ നിർബന്ധമുണ്ടോ? സർട്ടിഫിക്കേഷൻ നമുക്ക് നിർബന്ധമില്ല. എന്നാലും നമുക്ക് കൊടുക്കുന്ന ഇപ്പോൾ ആരോവിങ്സിൽ നിന്ന് നമുക്ക് പോകുന്നത് നമുക്ക് സ്റ്റഡ് കൗൺസിലിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ആണ്. പക്ഷേ നമുക്ക് സർട്ടിഫിക്കറ്റിന് ഉപരി ആ ഒരു സ്റ്റുഡൻറ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിലേക്ക് വരുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആ സ്റ്റുഡൻറ്റ് അവിടെ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ അവിടെ പഠിച്ച് അവിടെ വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ അവിടെ പ്രൊജക്റ്റും അവിടെ ഒരു പോർട്ട്ഫോളിയോ ആണ് അവിടെ മുഖ്യം. ഇപ്പോൾ നേരത്തെ എന്നോട് ചോദിച്ച പോലെ ഫ്രീലാൻസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്ന് എന്നോട് ചോദിച്ചായിരുന്നു. അതെന്ന് പറയുമ്പോൾ അതിൽ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് നമ്മളവിടെ പഠിച്ചു, അവിടെ നിന്ന് ഫ്രീലാൻസ് ആയിട്ട് അവൻ വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ കടമ്പകൾ കുറച്ച് കൂടുതലാണ്. കാരണം ഒന്നല്ലെങ്കിൽ ഫോൺ ത്രൂ ആയിരിക്കും ഈ സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ ആ വർക്ക് ചെയ്യുന്ന ആൾക്ക് കോണ്ടാക്റ്റ് വരിക. അപ്പോൾ ആ ക്ലയൻറ്റിന് ഈ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് അറിയില്ല. അതായത് ഇവൻ ചെയ്യുന്ന സോഫ്റ്റ്വെയറിൽ ചെയ്യുന്ന ഔട്ടിൻ്റെ ക്വാളിറ്റി, ഓക്കെ, നമുക്ക് അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ ആ ഒരു ക്വാളിറ്റി എന്താണെന്ന് കണ്ട് വിലയിരുത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അത് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ പ്രൊജക്ട്സിൻ്റെ കൂടെ പോർട്ട്ഫോളിയോയും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവരുടെ വർക്ക്സ് എല്ലാം വെച്ചിട്ട് നമ്മളൊരു ജോബ് കിട്ടാൻ ഒന്നും കൂടി എളുപ്പമായിരിക്കും. ജോബ് കിട്ടാൻ വളരെ എളുപ്പമാണ്. ഇവരുടെ ഈ പോർട്ട്ഫോളിയോ മാത്രം കാണിച്ചാൽ മതി. ഞാൻ ചെയ്ത റീസെൻറ്റ് വർക്ക്സ് ആണ് എന്ന് പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ തന്നെ വർക്ക്സ് കിട്ടാനായിട്ട് ഹെൽപ്പ്. നമുക്കിപ്പോൾ ഇന്റീരിയർ ഡിസൈനിങ്ങിൽ ഇൻഡസ്ട്രിയൽ വിസിറ്റിൻ്റെ പ്രാധാന്യം ഇല്ല ആക്ച്വലി വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. കാരണം നമുക്ക് അറിയാം മാർക്കറ്റിൽ ഡേ വൈസ് അല്ലെങ്കിൽ എപ്പോഴും പുതിയ ട്രെൻഡ് വരുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഇപ്പോൾ ആസ് ആൻ ഡിസൈനർ ഒരു 3D അല്ലെങ്കിൽ നമുക്കൊരു സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അയാളത് ക്രിയേറ്റ് ചെയ്ത സംഭവം നമ്മളൊരു ക്ലയൻറ്റിനെ കാണിച്ചു, അയാൾക്കത് ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ ക്രിയേറ്റ് ചെയ്ത ആ ഒരു മോഡൽ മാർക്കറ്റിൽ അവൈലബിലിറ്റി ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. സോ ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്താണ് പുതിയ പ്രൊഡക്ട്സ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടൈല് വെച്ച് തുടങ്ങാം. പല ടൈപ്പിലുള്ള ടൈൽസ് ഉണ്ട്, പല കളറിലുള്ള ടൈൽസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പാർട്ടീഷൻ വോൾസ്, അതേപോലെ ഡെക്കോഴ്സ്, പിന്നെ ലൈറ്റ്സ്, മെയിൻലി വരുന്നതാണ് ലൈറ്റ്സ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സൈറ്റ് വിസിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പല മേഖലകളിലേക്കാണ് ഇപ്പോൾ ബാക്കിയുള്ള കോഴ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഫീൽഡിൽ ഒരു കമ്പനീസിലേക്ക് നമ്മൾ പോകുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, പല ഷോപ്പിൽ നമുക്ക് പോയി സൈറ്റ് വിസിറ്റ് നടത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആരോവിങ്സിൽ ഒരു സ്റ്റുഡൻറ്റ് വന്നു പഠിക്കുകയാണ്. അപ്പോൾ അവർ എങ്ങനെയാണ് നമ്മൾ പ്രൊഫഷണലി ബിൽഡ് ചെയ്തെടുക്കുന്നത്? ആക്ച്വലി നമുക്ക് ആരോവിങ്സിൽ ഒരു സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അവരവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജോബ് കിട്ടണം എന്നുണ്ടെങ്കിൽ അവർ മാർക്കറ്റ് സ്റ്റഡി ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ 2 പ്രൊജക്ട്സാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ആ ഒരു പ്രൊജക്റ്റ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് റിയൽ വേൾഡ് എക്സ്പീരിയൻസ് അവർക്ക് നേടാനായിട്ട് സാധിക്കും. അപ്പോൾ അവരൊരു പ്രൊജക്റ്റ് ഇൻഡിവിജ്വൽ പ്രൊജക്ട്സ് ആയിരിക്കും ഓരോ സ്റ്റുഡൻ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മേഖല, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓഫീസ് സ്പേസ് ആണ് ഒരു സ്റ്റുഡൻറ്റിന് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ വേണ്ട റിക്വയർമെൻറ്റ്, അതിൻ്റെ പ്ലാൻ വരക്കണം, അതിൻ്റെ ലേഔട്ട് സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ അവിടെ എന്തൊക്കെയാണ് വേണ്ടത്, ഒരു ഓഫീസ് ടേബിൾ വേണം, ചെയർ വേണം, AC വേണം, അതിൻ്റെ ഫോൾ സീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം, ലൈറ്റിങ് ചെയ്യണം, അതേപോലെ തന്നെ കളർ, പെയിൻറ്റിങ്, പുട്ടി വർക്ക്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ ഇവരെ കൊണ്ട് തന്നെ അതിൻ്റെ ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അവരുടെ റിക്വയർമെൻറ്റ്സ് എന്നുള്ളത് നോക്കിയതിന് ശേഷം ഇവരെ പുറത്തേക്ക് വിടും. അതായത് മാർക്കറ്റ് സ്റ്റഡി ചെയ്യാൻ വേണ്ടി നമ്മൾ വിടും. അപ്പോൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ഷോപ്പിലേക്ക് ഇവർ ഡയറക്റ്റായിട്ട് ചെന്ന് അവിടെ എൻക്വയറി ചെയ്യുവാണ്. ഓക്കെ, എന്താണ് മെറ്റീരിയൽസ്, അപ്പോൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് മെറ്റീരിയലാണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് ഷോപ്പിൽ പോകുമ്പോൾ പല മെറ്റീരിയൽസ് അവർ കാണിച്ചു തരും.
ഓക്കെ, അപ്പോൾ പലതിൻ്റെ റേറ്റ് അവർക്ക് മനസ്സിലാവും, അതിൻ്റെ ക്വാളിറ്റി. പ്രൊജക്റ്റ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് കോപ്പിയടി ഒഴിവാക്കാം. ബാക്കിയുള്ള ഞാനിപ്പോൾ കണ്ടിട്ടുണ്ട് നമ്മുടെ കോളേജുകളിലൊക്കെ ഒരു ഇതേപോലെ പ്രൊജക്റ്റ് കൊടുക്കുമ്പോൾ വേറെ ഒരാളുടെ പ്രൊജക്റ്റ് കോപ്പി എടുക്കും, പേര് മാറ്റും, കൊടുക്കും. ഇതങ്ങനെയല്ല, അവരുടെ കയ്യിൽ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് അവരുടെ കയ്യിൽ വരും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളൊരു സ്പെഷ്യലായിട്ട് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ VR ഇതുപോലെ VR എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ VR ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഒരു മേഖലയാണ് ഇപ്പോൾ. VR-ൻ്റെ ഒക്കെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ പല ബിൽഡേഴ്സും അവർ VR എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലയൻറ്റ് മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിന് നമ്മൾ അവർ പ്രസൻറ്റ് ചെയ്യുമ്പോൾ VR എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് ക്ലയൻറ്റിനെ അവർ കൺവിൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റുഡൻറ്റ് VR പഠിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ അവർക്കവിടെ വളരെ ബെനിഫിറ്റ്സ് കൂടുതലാണ്. അതേപോലെ തന്നെ ഇവരുടെ കയ്യിൽ അവർ സ്വയം ചെയ്ത ഒരു പ്രൊജക്റ്റ്, ജെന്യുവിനായിട്ടുള്ള ഒരു പ്രൊജക്റ്റും അതേപോലെ പോർട്ട്ഫോളിയോയും കയ്യിലുണ്ട്. അപ്പോൾ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് കയറാനായിട്ട് സാധിക്കും. ആക്ച്വലി ഇൻറ്റീരിയർ ഡിസൈനിങ് പഠിച്ചിറങ്ങിയ ഒരാൾക്ക് ആദ്യം എവിടെയായിരിക്കും ജോലി കിട്ടുക? ഇൻറ്റീരിയർ ഡിസൈനിങ് പഠിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ധാരാളം ഫീൽഡ് ഉണ്ട്. ഓക്കെ, ഡിസൈനർ ഫീൽഡ് തന്നെയാണ്. ഇപ്പോൾ AutoCAD എന്നുള്ളൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഇപ്പോൾ AutoCAD എന്നുള്ളൊരു സോഫ്റ്റ്വെയർ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ 2D ഡ്രാഫ്റ്റ്മാൻ എന്നുള്ളത്, അതായത് നമുക്ക് പ്ലാൻ വരയ്ക്കുക അല്ലെങ്കിൽ പ്ലാൻ സ്കെച്ച് ചെയ്യുക എന്നുള്ളൊരു ഫീൽഡാണ്. അത് എക്സ്റ്റീരിയർ ഡ്രോയിങ്സ്, ഇപ്പോൾ ഒരു വീടിൻ്റെ ഫുൾ പ്ലാൻ വരയ്ക്കുന്നൊരു ഫീൽഡും ഉണ്ട്. അതേപോലെ തന്നെ ഇൻറ്റീരിയർ മാത്രം ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻറ്റീരിയർ മാത്രം എടുത്തിട്ട് ചെയ്യുന്ന 2D സ്കെച്ചസ് ചെയ്യുന്ന ഒരു മേഖലയുണ്ട്. അവിടെ നമുക്ക് ഈ കോഴ്സ് പഠിക്കണോടൊപ്പം തന്നെ വേണമെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കൊരു കരിയർ ഗ്രോത്ത് എന്നുള്ള ഒരു ഇതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ കോഴ്സ് ഫുള്ളായിട്ട് നമ്മൾ കഴിയുമ്പോൾ നമുക്ക് ആസ് ആൻ ഇൻറ്റീരിയർ ഡിസൈനർ അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനർ, സീനിയർ ഇൻറ്റീരിയർ ഡിസൈനർ അല്ലെങ്കിൽ ജൂനിയർ ഇൻറ്റീരിയർ ഡിസൈനർ എന്നുള്ള ഒരു പോസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ 3D വിഷ്വലൈസർ എന്നുള്ളൊരു പോസ്റ്റും ഉണ്ട്. ഇത് രണ്ടും നമുക്ക് നല്ലൊരു കരിയർ ഗ്രോത്ത് തരുന്ന ഒരു മേഖലയാണ്. ഒരു ഫ്രഷർ എന്ന നിലയിൽ ഏതൊക്കെ മേഖലകളിലേക്ക് അവർക്ക് ഫസ്റ്റ് കയറാൻ പറ്റുക? ഫസ്റ്റ് അവർക്ക് ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഡ്രാഫ്റ്റ്മാൻ സിവിൽ എന്നുള്ള ഒരു പോസ്റ്റിലേക്ക് അവർക്ക് കയറാനായിട്ട് സാധിക്കും. ഒരു PC അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഇൻറ്റീരിയർ ഡിസൈനിങ് കോഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു PC അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് എന്തായാലും സ്റ്റുഡൻറ്റ് വേണം. കാരണം നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കോഴ്സ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു PC അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് മസ്റ്റായിട്ട് വേണം. ഈ കോഴ്സിൽ തിയറിക്കാണോ അതോ സോഫ്റ്റ്വെയർ ട്രെയിനിങ്ങിനാണോ ഇമ്പോർട്ടൻസ് കൂടുതലുള്ളത്? എൻ്റെ അഭിപ്രായത്തിൽ രണ്ടിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. മെയിൻലി നമുക്കൊരു തിയറി പോർഷനിൽ നമ്മൾ കവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് കൂടുതലും തിയറി പോർഷനിലാണ്. കളർ എന്താണ്, കളർ കോമ്പോസിഷൻ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ തിയറി പോർഷനിൽ പഠിക്കും. സ്പേസ് അറേഞ്ച്മെൻറ്റ് എന്താണെന്നുള്ളത് പഠിക്കും. അതേപോലെ തന്നെ സോഫ്റ്റ്വെയറിലാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതായത് ഇതിൽ പ്ലാൻ വരയ്ക്കുന്നു, അതേപോലെ ഇതിൻ്റെ എലിവേഷനിൻ്റെ 3D ഡിസൈൻസ് നമ്മൾ ചെയ്യുന്നു. ഇതെല്ലാം സോഫ്റ്റ്വെയറാണ് വർക്ക് ചെയ്യുന്നത്. ഇത് രണ്ടും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു ഇൻറ്റീരിയർ ഡിസൈൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുമോ ഈ ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് കോഴ്സിൻ്റെ? അതെ, നമുക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചൊരു പകുതി ആവുമ്പോൾ നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ കയ്യിൽ നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയറിൽ ചെയ്ത വർക്കുകൾ, ഇപ്പോൾ ഫ്രീലാൻസ് ആണെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റ് ചോദിക്കുന്നത് നിങ്ങൾ ചെയ്ത വർക്ക്, റീസെൻ്റ്ലി ചെയ്ത കുറച്ച് വർക്ക്സ് പ്രസൻറ്റ് ചെയ്യുമോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വർക്ക്സ് കിട്ടുന്നത്. അപ്പോൾ ക്ലയൻറ്റിനോട് സംസാരിക്കാനും അതേപോലെ തന്നെ അവരുടെ കയ്യിൽ ആ ഒരു നല്ലൊരു ഔട്ട് നമുക്ക് വേണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിച്ചിട്ടാണ് നമ്മൾ വർക്ക് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാം, കുഴപ്പമില്ല. ഒരു പകുതിയിൽ എത്തി കഴിയുമ്പോൾ തുടങ്ങുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. ബെറ്റർ അങ്ങനെയാണ്. ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ പഠിച്ചു ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ വെറുതെ ഇരിക്കുകയാണ്, ജോലി കിട്ടാനുള്ള സാധ്യതയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു കരിയർ, ഇപ്പോൾ ഞാൻ ഈ ഒരു ടീച്ചിങ് ഫാക്കൽറ്റി ആയിട്ട് ഇപ്പോൾ ഒരു കുറേ ഏറെ വർഷങ്ങളായി. അപ്പോൾ എൻ്റെ കുറേ സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങുന്ന സ്റ്റുഡൻസിനാണ് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ബിഗിനേഴ്സാണ്. ഇപ്പോൾ നമ്മൾ ഇൻഡീഡിലും ഓരോ പ്ലാറ്റ്ഫോമിലും നമ്മൾ ജോബ് സെർച്ച് ചെയ്യുമ്പോൾ അവിടെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ബിഗിനർ ആയതുകൊണ്ട് അവർക്ക് കയറാനായിട്ട് അല്ലെങ്കിൽ പോകാനായിട്ടും അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ടൊരു മടി. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇവർ ചെയ്ത വർക്ക് ഒരു പോർട്ട്ഫോളിയോ ആക്കുക നമ്മുടെ റെസ്യൂമിൻ്റെ കൂടെ. അപ്പോൾ ബാക്കിയുള്ള എല്ലാ മേഖലകളിലും റെസ്യൂം മാത്രം മതി, നമ്മുടെ ഒരു CV. പക്ഷേ നമ്മുടെ ഇതിൻ്റെ കൂടെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ ഈ ഒരു
പ്ലാറ്റ്ഫോമിൽ അവർക്ക് അവരുടെ പോർട്ട്ഫോളിയോയും കൂടെ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു പോർട്ട്ഫോളിയോയും കൂടെ വെച്ചിട്ട് അവർ കമ്പനികളെ സമീപിക്കുമ്പോൾ അവരുടെ പോർട്ട്ഫോളിയോ നോക്കിയിട്ടാണ് അവരുടെ ക്വാളിറ്റി കമ്പനി മനസ്സിലാക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് അവർക്ക് എന്തായാലും ജോലി കിട്ടും. എറണാകുളത്ത് തന്നെ ഇപ്പോൾ എറണാകുളത്ത് ധാരാളം ഫീൽഡ് ഉണ്ട്, ഈ ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് കമ്പനീസ് ഉണ്ട്, ഫേംസ് ഉണ്ട്. അവിടെ എന്തായാലും അവർക്ക് വേക്കൻസീസ് വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ഈ ഒരു പോർട്ട്ഫോളിയോ വെച്ചിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും നോക്കേണ്ടത്. അപ്പോൾ എന്തായാലും കിട്ടും. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആവശ്യമുണ്ടോ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാനായിട്ട്? കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആവശ്യമുണ്ട്. അതായത് നമുക്ക് ക്ലയൻറ്റ് മീറ്റിംഗ്സ് എല്ലാം വരും, അപ്പോൾ അവരായിട്ട് ഡീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അവരെ ഒരിക്കലും അറ്റാക്ക് ചെയ്ത് സംസാരിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഒരു ക്ലയൻറ്റിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് കുറേ അഭിപ്രായങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ അവർ പറയണോടൊപ്പം തന്നെ നമ്മൾ അത് പറ്റില്ല, ഇത് പറ്റില്ല, അങ്ങനെ പറയരുത്. ഇപ്പോൾ എൻ്റെ ചില പേഴ്സണൽ സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ പേരുണ്ട്. അവരൊക്കെ ഇങ്ങനെ ക്ലയൻറ്റ് എന്തെങ്കിലും പറയും, അപ്പോൾ തന്നെ പറയും പറ്റില്ല, അത് വെക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് നമ്മളോട് ഒരു നെഗറ്റീവ് വരും. അപ്പോൾ നമുക്ക് പറ്റില്ല എന്ന് നമ്മൾ പറയരുത്. കാരണം ചില കാര്യങ്ങൾ അവർക്കതവിടെ മസ്റ്റായിട്ട് വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാം അവിടെ നമുക്കത് ഒട്ടും പോസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് കറക്റ്റായിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ അതിന് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആവശ്യമാണ്. സാറിൻ്റെ ഈ ഒരു വർക്ക് ലൈഫും അതുപോലെ തന്നെ പുള്ളി ഒരു സൈക്ലിംഗ് ചാമ്പ്യനൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വർക്ക് ലൈഫും ഇതും എങ്ങനെ നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു? സൈക്ലിംഗ് എൻ്റെ ഒരു ജീവിതത്തിലൊരു ഭാഗമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ് എന്ന് പറയുന്നത് സ്പോർട്സ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ് സൈക്ലിംഗ് ആണ്. അതേപോലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു മേഖലയാണ് ഫ്രീലാൻസ് വർക്ക്. ഫ്രീലാൻസ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യും. എല്ലാവരും ചോദിക്കും ഇതെല്ലാം കൂടെ സനൽ എങ്ങനെയാണ് മാനേജ് ചെയ്ത് പോകുന്നതെന്നുള്ളത്. അപ്പോൾ അതിനൊരു ഡെയിലി റുട്ടീൻ ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മോർണിംഗ് ആണ് ഞാൻ യൂഷ്വലി സൈക്ലിംഗ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ സൈക്കിൾ ചവിട്ടി ആരോവിങ്സിലെത്തുന്നു, ക്ലാസ് കഴിയുമ്പോൾ സൈക്കിൾ ചവിട്ടി തിരിച്ചു പോകുന്നു. അത് കഴിഞ്ഞ് ഫ്രീലാൻസ് വർക്ക് എടുക്കുന്നു. ഫ്രീലാൻസ് വർക്ക് ഇപ്പോൾ ആരോവിങ്സിൽ ഞാൻ ടീച്ചിങ് ആ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഈവനിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം, അതിനാണ് ഫ്രീലാൻസ്. നമുക്ക് ഫ്രീ ആണ് ഈവനിങ് ഒക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് ചെറിയ ചെറിയ വർക്ക്സ് എടുത്ത് ഞങ്ങൾ ചെയ്യാറുണ്ട്. മോർണിംഗ് ആണ് കൂടുതലും സൈക്ലിംഗ്. നമുക്ക് ബാക്കിയുള്ള ടൈമിൽ നമുക്ക് അറിയാം എറണാകുളത്താണ്, അവിടെ നമുക്ക് ട്രാഫിക് എല്ലാം ഉള്ളത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾ യൂസ് ചെയ്യുന്ന സൈക്കിൾസൊക്കെ അങ്ങനത്തെ ഒരു റേസ് മോഡൽ വണ്ടികളൊക്കെയാണ്. അപ്പോൾ നമുക്കത് ട്രാഫിക്കിലൊക്കെ നമുക്ക് ക്ലബ് ഉണ്ട്. അപ്പം ഞാനൊരു പ്രൊഫഷണൽ സൈക്ലിംഗ് ആണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു 30,000 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തു. പഠിക്കാൻ വരുന്നൊരു കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഒരു അഡ്വൈസ് എന്താ? ആസ് എ ഫാക്കൽറ്റി എന്ന നിലയിലും ആസ് എ സൈക്ലിസ്റ്റ് എന്ന നിലയിലും സാറിന് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്താണ്? ആസ് എ ഫാക്കൽറ്റി എന്ന നിലയ്ക്ക് പഠിക്കാൻ വരുന്നൊരു കുട്ടി അവർക്കൊരു ക്രിയേറ്റീവ് ഹെഡ് വേണം എന്നുള്ളതാണ് എനിക്കൊരു പറയാനുള്ള മെയിൻ കാര്യം. അവർ ഈ ഒരു കോഴ്സിനെ ഇഷ്ടപ്പെട്ടിട്ട് വേണം. ഒരിക്കലും ഫോഴ്സ് ചെയ്തിട്ട് വീട്ടുകാരോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലും ഫോഴ്സ് ചെയ്തിട്ട് ഇതിലേക്ക് വരരുത്. അതേപോലെ തന്നെ എനിക്കിപ്പോൾ ഒരു ടൈം ഫ്രെയിം ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് വരണതോ ആവരുത്. ഓക്കെ, ഇത് ഇഷ്ടപ്പെട്ടിട്ട് വേണം വരാനായിട്ട്. കാരണം നമ്മളിതൊരു ക്രിയേറ്റീവ്, ഞാൻ നേരത്തെ കുറേ പ്രാവശ്യമായി ഞാൻ പറയുന്നത് ക്രിയേറ്റീവ് ഹെഡാണ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ടച്ചാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. കാരണം നമ്മളിപ്പോൾ ഒരു സ്പേസ്, ഇപ്പോൾ ഒരു ക്ലയൻറ്റ് ഒരു സ്പേസ് എടുക്കുവാണ്, ആ ഒരു സ്പേസ് ഇപ്പോൾ ഒരു ഷട്ടർ തുറക്കുക, ഷോപ്പിന് വേണ്ടിയിട്ട് ഒരു ഷട്ടർ തുറക്കുകയാണെന്നില്ല, ഒരു എംപ്റ്റി സ്പേസാണ്. അവിടെ ഒരു ഇൻറ്റീരിയർ ഡിസൈനറെ കൊണ്ട് ആ ഷോപ്പിനെ ഭംഗിയാക്കുകയാണ് ചെയ്യുന്നത്. അയാൾ കുറേ ഐഡിയാസ് നമ്മളോട് പറയും, അത് നമ്മൾ വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ 3D മോഡൽസ്, അതിൻ്റെ ഫുൾ വർക്ക്സ് നമ്മൾ ചെയ്ത് കാണിക്കുവാണ്. അപ്പോൾ അതിന് നമ്മളൊരു ക്രിയേറ്റീവ് മൈൻഡ് വേണം, നമ്മൾ നിരീക്ഷണ ബോധം വേണം. ഓക്കെ, നമുക്കിപ്പോൾ അറിയാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം, അതേപോലെ തന്നെ പിൻട്രസ്റ്റ്, ഇങ്ങനെ സോഷ്യൽ മീഡിയാസിലൊക്കെ നമുക്ക് കുറേ ഇൻറ്റീരിയേഴ്സിൻ്റെയൊക്കെ വർക്ക്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതെല്ലാം നമ്മൾ ഇഷ്ടപ്പെട്ട വർക്ക്സൊക്കെ നമുക്കൊന്ന് സേവ് ചെയ്ത് വെക്കുക. അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് കോമ്പോണൻസ് എടുത്ത് പുതിയൊരു വർക്കിലേക്ക് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ നിരീക്ഷണ ബോധമാണ് ആ ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടത്. പ്ലാറ്റ്ഫോം ശരിക്കും ഇതിനൊരു നല്ലൊരു ഇമ്പോർട്ടൻറ്റ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ അതിലൂടെയാണ് എല്ലാ ആൾക്കാരും പുതിയ ഡിസൈൻസ് എല്ലാം നമ്മൾ കണ്ടെത്തുന്നത്. പുതിയ മാർക്കറ്റ് എന്താണ്, പുതിയ ട്രെൻഡ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെയാണ് കൂടുതലായിട്ടും അറിയാനായിട്ട് സാധിക്കുന്നത്.
ഇപ്പോൾ AI ഒക്കെ ഉണ്ടല്ലോ, ചുമ്മാ നമുക്ക് ഓരോ പ്രോംപ്റ്റ് ഒക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സംഭവങ്ങളുടെയൊക്കെ ഇതിങ്ങോട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ ഒരു പറയുന്ന ഒരു ജോബിനുള്ള പ്രാധാന്യം എത്രത്തോളം ഉണ്ട്? നമ്മുടെ ഈ ഒരു മാൻ പവർ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവുമോ? ജോലിയൊക്കെ പോകാൻ ചാൻസ് ഉണ്ടോ? ജോലി പോകാൻ ചാൻസ് ഇല്ല. കാരണം ഒരു ഡിസൈനർ എന്തായാലും ആവശ്യമുണ്ട്. ഒരു AI വെച്ചിട്ട് നമുക്കൊരു ഡിസൈനിങ് ഫുള്ളായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ AI വന്നതോടുകൂടി ആ ഡിസൈനറിൻ്റെ പകുതി ജോലി കുറഞ്ഞു, അതേപോലെ തന്നെ ടൈം ഫ്രെയിം കുറഞ്ഞു. ഓക്കെ, പണ്ട് നമുക്കറിയാം ഒരു പ്ലാൻ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ മാനുവൽ ഡ്രോയിങ് ആണ്. വലിയ പേപ്പറിൽ നിലത്ത് കിടന്നുകൊണ്ട് ബിൽഡിങ്സിൻ്റെയൊക്കെ പ്ലാൻ വരയ്ക്കുന്ന ഫോട്ടോസൊക്കെ നമുക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും. അതിനുശേഷമാണ് ഈ ഓട്ടോക്യാഡ് എന്നുള്ളൊരു സോഫ്റ്റ്വെയർ വരുന്നത്. അപ്പോൾ ആ ഓട്ടോക്യാഡിൽ നമുക്ക് വളരെ എളുപ്പത്തിന് പ്ലാൻ വരയ്ക്കാം, എന്ത് വേണമെങ്കിലും വരയ്ക്കാം. ഓക്കെ, സിവിൽ ബേസ്ഡ് ഡ്രോയിങ്സ് വരയ്ക്കാം, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ഡ്രോയിങ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു സോഫ്റ്റ്വെയറാണ് വരയ്ക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വളരെ എളുപ്പത്തിന് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും റീകറക്റ്റ് ചെയ്യാം, എഡിറ്റിംഗ് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വന്നതോടുകൂടി സമയം ലാഭമായി. ഓക്കെ, എന്ന് പറഞ്ഞ പോലെ AI വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായി അവർക്ക്. അതായത് ഒരു ക്ലയൻറ്റിന് നമുക്കൊരു വർക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് അവർ ചോദിക്കും, മെയിൻ ചോദ്യമാണ് എപ്പോൾ തരും. ഒരു വർക്ക് നമുക്ക് രാവിലെ ഒരു 10 മണിക്ക് കിട്ടി, ക്ലയൻറ്റ് ചോദിക്കണതാണ് എപ്പോൾ തരാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയും സാറേ ഒരു 2 ദിവസം എന്നൊക്കെ പറയും. അപ്പോൾ അതിനുള്ളിൽ നമുക്കൊരു വർക്ക് ഈ AI ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരു വർക്ക് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു സാമ്പിൾ ഔട്ടെങ്കിലും അവരോട് കാണിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സമയം ഭയങ്കര ലാഭമായിട്ട് തോന്നുന്നുണ്ട്. ഇന്റീരിയർ ഡിസൈനിങ്ങിൻ്റെ കോഴ്സ് പഠിക്കാൻ നമ്മൾ ആരോവിങ്സ് എന്തിനു ചൂസ് ചെയ്യണം? അപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റും ധാരാളം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, അവിടെ എല്ലാം ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില സ്ഥലത്ത് സോഫ്റ്റ്വെയർ ട്രെയിനിങ് മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ട്രെയിനിങ് കൊണ്ട് മാത്രം ഒരു സ്റ്റുഡൻറ്റ് ഇന്റീരിയർ ഡിസൈനർ ആവണം എന്നുള്ള ഒരു കാര്യമില്ല. ആരോവിങ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിയറി, അവർക്കൊരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള തിയറി കോഴ്സസും അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ ട്രെയിനിങ്ങുമാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ VR-ൻ്റെ എക്സ്പീരിയൻസും കൂടെ VR സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുള്ള സോഫ്റ്റ്വെയർ ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് പഠിച്ചതോടുകൂടി അവർക്ക് പെട്ടെന്ന് തന്നെ അവർക്കൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പെട്ടെന്ന് അവർക്കൊരു ജോബിലേക്ക് പ്ലേസ്ഡ് ആവാനായിട്ട് നമ്മുടെ ഒരു കോഴ്സിലൂടെ നമുക്ക് സാധിക്കും. ഇന്റീരിയർ ഡിസൈനിങ്ങിൻ്റെ കോഴ്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു. VR എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് സ്റ്റുഡൻസിന് പഠിക്കാൻ പറ്റുന്ന സാധ്യതകളും അതിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസും ഒക്കെ നമുക്ക് സനൽ സാർ പറഞ്ഞു തന്നു. എന്തെങ്കിലും ഈ കോഴ്സിനെ കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.